ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി എല്ലാ മക്കളും ഇതാ പഠനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. 2027 ഫെബ്രുവരി മാസമാണ് നിങ്ങളുടെ എക്സാം നടക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതിന് ഉള്ളിൽ ഈ നിമിഷം ഞാൻ എങ്ങനെ പഠിക്കണം, എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ ആരംഭിക്കണം എൻ്റെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷന് വേണ്ടിയുള്ള പഠനം. ഒപ്പം തന്നെ ഒരു കൺസേൺ ആയിരിക്കും, ഒരുപാട് ദിവസമുണ്ടല്ലോ, ഇനിയിപ്പോൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, വളരെ സുഖമായിട്ട് ഇപ്പോഴെല്ലാം ആഘോഷിച്ചുകൊണ്ട് എനിക്ക് ലാസ്റ്റ് മിനിറ്റ് മാത്രം പഠിച്ചാൽ മതിയോ എന്നെല്ലാം തന്നെ ഈ നിമിഷം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഇതിനൊക്കെ തന്നെ പുറമെ ചിന്തിക്കുന്ന മറ്റു വിഷയമാണ് 9th ക്ലാസ്സിൽ എനിക്ക് ഗംഭീരമായ മാർക്കുകളില്ല, 9th അധികം അറിയില്ല, എനിക്ക് 10th ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുമോ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് എനിക്ക് ഫുൾ A1 നേടാൻ വേണ്ടി സാധിക്കുമോ എന്നെല്ലാം തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ നിമിഷം ഉണ്ടാകും. മക്കളെ, ഈ കാണുന്ന എല്ലാ സംശയങ്ങളും ഉത്തരമാണ് ഞാൻ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ എല്ലാ മക്കളും ഈ കാണുന്ന വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ മൊത്തമായിട്ട് കാണുക. നമുക്ക് എൻ്റെ ഒരു പക്കാ ഒരു പ്ലാൻ ലഭിക്കുന്നതായിരിക്കും ഈ കാണുന്ന വീഡിയോ കഴിയുമ്പോൾ. സോ ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ പഠിക്കണം, ഇതാണ് ഒരു വലിയ ചോദ്യം. മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഉത്തരം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സീനിയേഴ്സിന് പറഞ്ഞത് ലാസ്റ്റ് പിന്നെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ അത് ചെറുതല്ല, അത് ഭയങ്കരമായ പ്രഷറാണ്. ഈ നിമിഷം പഠിക്കാൻ ആരംഭിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ഓരോരോ പാഠം നമുക്ക് കീറി മുറിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ 2026 CBSE ബോർഡ് എക്സാമിനകത്ത് പല റീജിയനിലും പല ചോദ്യപേപ്പറാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. ആ കാണുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പല സ്ഥലങ്ങളിലും എക്സാം ഡിഫിക്കൽട്ട് ആവുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ എക്സാം ഈസി ആവുന്നുണ്ട്. നമുക്ക് ഡിഫിക്കൽട്ട് പേപ്പർ വരികയാണെങ്കിൽ ആ കാണുന്ന ഡിഫിക്കൽട്ട് ഈസിക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ പഠനം നമ്മൾ ഇപ്പോൾ ആരംഭിക്കണം. ഏറ്റവും ഗംഭീരമായിട്ട് ഓരോ ചാപ്റ്ററും എടുത്ത് കീറി മുറിച്ച് ഓരോ കാര്യങ്ങളും നമ്മൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുക. എല്ലാ വിഷയത്തിലും നമുക്ക് എന്താണ് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. അതിനാവശ്യം ഒറ്റ കാര്യം മാത്രമാണ്, കൺസിസ്റ്റൻസി. നിങ്ങളെല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കണം. അടുത്ത ക്വസ്റ്റ്യനായി ഞാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഞാൻ എന്താണ് പഠിക്കേണ്ടത്. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം, ഒരു ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു, ലൈഫിൽ ഫസ്റ്റ് ബോർഡ് എക്സാം ആണ്, ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ പറയുന്ന ഓരോ കാര്യം എല്ലാവരും നോട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഓരോ ചാപ്റ്ററും പഠിച്ചു തീർത്തുന്നു ഉറപ്പുവരുത്തണം. നിങ്ങൾ എല്ലാവരും പഠിക്കാനിരിക്കുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിലെയും ഓരോ കോൺസെപ്റ്റുകളും മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തണം. കോൺസെപ്റ്റ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് വിഷയമായിക്കോട്ടെ, അത് മാത്സ് ആയിക്കോട്ടെ, അത് ബയോളജി ആയിക്കോട്ടെ, അത് ഫിസിക്സ് ആയിക്കോട്ടെ, അത് കെമിസ്ട്രി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ആ കാണുന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി മക്കൾ എല്ലാവരും തന്നെ NCERT നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. NCERT മാത്രം മതിയെന്ന് വലിയ ചോദ്യമുണ്ട്. ഒരിക്കലും NCERT മാത്രം പോരാ. NCERT പഠിച്ചുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് NCERT വായിക്കാം, NCERT പഠിക്കാം, NCERT ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് തിങ്. അത് ഏത് വിഷയമാണെങ്കിലും മുന്നോട്ട് പോകും. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ, ഈ കാണുന്ന NCERTക്ക് ശേഷം നിങ്ങൾ ചെയ്യേണ്ട അടുത്തൊരു വിഷയമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. കാരണം ബോർഡ് എക്സാമിന് നിലവാരം മനസ്സിലാവണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. PYQ ചെയ്താൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന്റെ റേഞ്ച് എന്താണ് മനസ്സിലാവുള്ളൂ. NCERT പറയുന്നത് വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആ കാണുന്ന ക്വസ്റ്റ്യൻസ് പോലെയല്ല ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ഇപ്പോൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു എക്സാം ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട അടുത്തൊരു വിഷയമാണ് PYQ. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കഴിഞ്ഞു, നമ്മൾ അത്യാവശ്യം കൂളായിരിക്കും. പക്ഷെ ഇതോടൊപ്പം തന്നെ ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ് നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നോട്ട്സ് ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് സൈലത്തിൻ്റെ ആപ്പിനകത്ത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സൈലത്തിൻ്റെ ഇൻസ്റ്റാ ലേൺ എന്ന് പറയുന്നത്. ഇതല്ലെങ്കിൽ സൈലത്തിൻ്റെ ഗൈഡ് ഉണ്ട്. ഈ കാണുന്ന ഗൈഡിനകത്ത് മുഴുവൻ കോൺസെപ്റ്റുകളും പറഞ്ഞു തരുന്ന ഏറ്റവും ഗംഭീരമായ ഗൈഡ്, NCERT മോസ്റ്റ് സിംപ്ലിഫൈഡ് ആയ ഗൈഡ് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. സോ ഈ കാണുന്ന 2 മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് വേണം നിങ്ങൾ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനെ നേരിടാനായി മുന്നോട്ട് പോകുമ്പോൾ. ഈ കാണുന്ന മെറ്റീരിയൽസിന് ശേഷം നിങ്ങളെല്ലാം തന്നെ നോട്ട്സ് എഴുതി കഴിഞ്ഞു, PYQs എല്ലാം ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദെൻ മൂവിങ് ഓൺ എക്സാംസ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞു. ആ കാണുന്ന പഠിച്ച കാര്യം നമ്മൾക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാം എഴുതണം. എക്സാം എഴുതാതെ ഒരിക്കലും നമുക്ക് എന്താണ് ഒരു കാര്യം നമുക്ക് ക്ലിയർ ആയി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. എക്സാംസ് എല്ലാവരും എങ്ങനെയാണ് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം, അതുപോലെ തന്നെയുള്ള ഒരു എക്സാമിനേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതണം. ഇതിന് ശേഷം നിങ്ങൾ എല്ലാവരും കൺസിഡർ ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ് ടേം എക്സാമിനേഷൻ. നിങ്ങളുടെ സ്കൂളിനകത്തുള്ള ടേം എക്സാം എല്ലാ മക്കളും ഏറ്റവും ഗംഭീരമായിട്ട് സീരിയസ് ആയിട്ട് തന്നെ കാണണം. എന്തുകൊണ്ടാണ് ഇത് സീരിയസ് ആക്കണം എന്ന് പറയാനുള്ള കാരണം, അത് റിവിഷനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഒരാൾക്ക് ഫുൾ മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അത് റിവിഷൻ മാത്രമാണ്. നിങ്ങൾ ഒരു ടോപ്പിക് എത്ര വട്ടം പഠിക്കുന്നുവോ അത്ര വട്ടം നമുക്കെന്താണ് ക്ലാരിറ്റി ഉണ്ടാവുന്നതായിരിക്കും. നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിച്ചു, ഓട്ടോമാറ്റിക്കലി എന്നോട് പറയുന്ന ഭാവിയിൽ സാർ ഞാൻ മറന്നു പോകുന്നു. എങ്ങനെയാണ് മറവ് മാറ്റുക? ചെയ്യേണ്ട ഒറ്റ കാര്യം, നിങ്ങൾ റിവൈസ് ചെയ്യുക. ഒരു ചാപ്റ്റർ പഠിച്ചാൽ ആ ചാപ്റ്ററിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ആ ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്ത് ഓരോ കോൺസെപ്റ്റുകളും
നിങ്ങളുടെ മനസ്സിൽ ഉറപ്പുവരുത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാം എത്തുമ്പോഴേക്കും എല്ലാ ടോപ്പിക്കും മൈൻഡിൽ ഫുള്ളായി കഴിഞ്ഞ് ഒരുപാട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് നേരിടാൻ വേണ്ടി സാധിക്കുള്ളൂ. ഈ കാണുന്ന കാര്യങ്ങളാണ് എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കാം. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം NCERT, രണ്ടാമത്തെ PYQ, മൂന്നാമത്തെ ചാപ്റ്റർ വൈസ് എക്സാം ആൻഡ് ദെൻ ടേം എക്സാമിനേഷൻ. ഇങ്ങനൊരു ഘട്ടമായിട്ട് ചെയ്താൽ മാത്രമാണ് ആൻഡ് ദെൻ ഫൈനൽ റിവിഷൻ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇതെല്ലാം തന്നെ ചെയ്താലാണ് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് എത്തുക. മക്കളെ, സൈലത്തിൻ്റെ 1 ഇയർ പ്ലാൻ എന്താണെന്ന് ഞങ്ങളുടെ നാളെ റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏതെല്ലാം മാസങ്ങൾ, ഏതെല്ലാം പാഠം പഠിപ്പിക്കും, എന്തെല്ലാം എക്സാംസ് ഉണ്ട്, എന്തെല്ലാം മെറ്റീരിയൽസ് ഉണ്ട്, സൈല മെറ്റീരിയൽസ് എങ്ങനെയാണെന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതാ റിവീൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സൈല മെറ്റീരിയൽസ് ഇവർ പറയുമ്പോൾ ഓട്ടോമാറ്റിക് അറിയാമായിരിക്കും. അതിനകത്ത് NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതിനകത്ത് കോൺസെപ്റ്റുകൾ ഉണ്ടാകും. എല്ലാം ഉൾപ്പെടുന്നതാണ് സൈലം ഗേറ്റ്. ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിൽക്കുന്നതാണ് സൈലം ഗേറ്റ് സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആൻഡ് ദെൻ നാളെ വൈകുന്നേരം 7 മണിക്ക് നിങ്ങൾക്കുള്ള ഒരു 1 ഇയർ സ്റ്റഡി പ്ലാൻ, എന്താണ് നിങ്ങൾ 1 ഇയർ ഫോക്കസ് ചെയ്തത്, എന്താണ് സൈലത്തിൻ്റെ പ്ലാൻ എന്ന് പറയുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും വരുന്നുണ്ട്. സോ എല്ലാ മക്കളും ഉണ്ടാവുക. ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് ആ കാണുന്ന പ്ലാൻ മാറ്റണം. നിങ്ങൾ ആ കാണുന്ന പ്ലാൻ ടെസ്റ്റ് ചെയ്യുക, ആ കാണുന്ന പ്ലാൻ ഫോളോ ചെയ്യുക. നിങ്ങളുടെ സീനിയേഴ്സോട് ചോദിക്കുക സൈലത്തിൻ്റെ പ്ലാൻ എങ്ങനെയുണ്ടെന്ന്. ആ കാണുന്ന പ്ലാൻ മതി നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാൻ. സോ ഗൈസ്, ബൈ. Thank you and signing off Afnas Eke from Xylem Learning. Thank you all.